ക്രിസ്മസിനും ഈസ്റ്ററിനും മറ്റ് വിശേഷ ദിവസങ്ങൾക്കുമൊക്കെ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇറച്ചി മീൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇഞ്ചിയാണ്. ഇറച്ചിക്കറിക്ക്, ചിക്കൻ ഫ്രൈക്ക്, മീൻ കറി വെക്കാൻ, അല്ലെങ്കിൽ മീൻ പീര പറ്റിക്കാനായിട്ട്, കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്, പിന്നെ മോര് കാച്ചിയതിന്, ഇഞ്ചി പച്ചടി ഉണ്ടാക്കാനായിട്ട്, ഇങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങൾക്കും വേണ്ടി ഒരു പച്ചക്കറി ഐറ്റമാണ് നമ്മുടെ ഇഞ്ചി. ഇത് ഓരോ സമയം എടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ എല്ലാ വിഭവങ്ങൾക്കും അത് ചേരുകയില്ല. പ്രത്യേകിച്ച് മീൻ വിഭവങ്ങൾക്ക്, മീൻ പീര പറ്റിക്കാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കയില്ല. അതേപോലെ തന്നെ ചുവന്ന മീൻ കറി വെക്കാനും കൊത്തിയരിഞ്ഞ ഇഞ്ചി തന്നെ വേണം. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാം. സവാള, ചുവന്നുള്ളിയൊക്കെ വേണം. ഇഞ്ചി ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ അതുകൊണ്ട് ചെയ്യുന്നത്, ഒരു 200 ഗ്രാം ഇഞ്ചി വാങ്ങിച്ച് തൊലി കളഞ്ഞ് കഴുകി നല്ലതുപോലെ അതിൻ്റെ ഈർപ്പം മാറ്റിയിട്ട് കനം കുറഞ്ഞ് വട്ടത്തിലരിഞ്ഞ് കൊച്ചു ബോക്സുകളിലാക്കി, ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ, ഫ്രീസറിൽ വെക്കണ്ട. അത്യാവശ്യം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചതയ്ക്കണമെങ്കിൽ അത് കുറച്ചെടുത്ത് ചതയ്ക്കാം. 4-5 പീസ് ഒന്നിച്ച് അരിഞ്ഞാൽ നമുക്കത് കൊത്തി അരിഞ്ഞതുപോലെ കിട്ടും. അല്ല, വേറെ നമ്മുടെ പച്ചമോരുണ്ടാക്കുമ്പോൾ, അതായത് മോര് ഉണ്ടാക്കുമ്പോൾ അതിലൊന്ന് ചതച്ചിടണമെങ്കിൽ ഒരു കഷ്ണം പച്ചമുളകും, ഞാൻ പച്ചമുളക്, ക്യാരറ്റ് ഇതെല്ലാം ഇതേപോലെ തന്നെ പച്ചമുളകും ക്യാരറ്റുമൊക്കെ ചെയ്യുന്നത് സമം വെള്ളവും വിനാഗിരി, തിളപ്പിച്ചാറിച്ച വെള്ളവും വിനാഗിരിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് ചില്ല് ഗ്ലാസ് കുപ്പികളിലാക്കി വെച്ച് കഴിഞ്ഞ്